അതിർത്തികൾക്കപ്പുറം തീ പടരുമ്പോൾ മധ്യപൂർവേഷ്യൻ മേഖലയിലെ ഓരോ നീക്കവും ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അപ്രതീക്ഷിതമായി ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗാസയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടത്തിന് നേരെ ഉണ്ടായ ഈ സൈനിക നീക്കം ഒരു നയതന്ത്ര കേന്ദ്രത്തെ ലക്ഷ്യമിട്ട ആക്രമണം എന്ന നിലയിൽ ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമായി ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയതോടെ മേഖലയിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എക്കാലവും തങ്ങളുടെ വിശ്വസ്ത സഖ്യകക്ഷിയായിരുന്ന അമേരിക്ക പോലും ഈ വിഷയത്തിൽ നെതന്യാഹുവിനെ കൈവിട്ടതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയുടെ പുതിയ അധ്യായം തുറന്നിരിക്കുന്നു. ഈ സൈനിക നീക്കം വെറുമൊരു ആക്രമണമായിരുന്നില്ല, മറിച്ച് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചത് മുതൽ ബന്ദികളുടെ മോചനത്തിനും വെടിനിർത്തലിനും വേണ്ടിയുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഖത്തറായിരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കിയ രാജ്യത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണം സംഭാഷണത്തിനുള്ള എല്ലാ വഴികളും അടയ്ക്കുന്നതിന് തുല്യമായിരുന്നു. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം ഹമാസ് നേതാക്കളെ വധിക്കുക എന്നതായിരുന്നുവെങ്കിലും അവരുടെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ കടന്നുകയറ്റമായി ഇത് മാറി. ഈ നടപടി ഒരു പ്രകോപനമായി കണ്ട ഖത്തർ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുത്തേക്കുമോ എന്ന ആശങ്ക പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അറബ് ലോകം ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ തിരിഞ്ഞത് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ്. ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമായ ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദോഹയിലെത്തി. മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായ സൗദി അറേബ്യയും ഇസ്രായേലിന്റെ നടപടിയെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച് ശക്തമായ വിമർശനം ഉന്നയിച്ചു. GCC രാജ്യങ്ങളുടെ ഈ ഏകീകൃത നിലപാട് മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പാലസ്തീൻ പ്രശ്നത്തിൽ ചരിത്രപരമായി ഐക്യദാർഢ്യം പുലർത്തിയിരുന്ന അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ പൂർണ്ണമായും ഖത്തറിനൊപ്പം നിൽക്കുന്നു എന്നത് ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ ഭീഷണിക്ക് അതീതമായി ഇസ്രായേൽ നടത്തുന്നത് സമാധാന ശ്രമങ്ങൾ തകർക്കാനുള്ള നീക്കങ്ങളാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഖത്തർ. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്ക് ഔദ്യോഗികമായി കത്തയച്ചത്. ഈ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ ഈ നടപടി ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം തകർത്തുവെന്ന് മാത്രമല്ല, അവരുടെ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ പൂർണ്ണമാക്കിയെന്നും പറയാം. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പോലും അകലം പാലിക്കുന്ന കാഴ്ച ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ആക്രമണം നെതന്യാഹുവിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇസ്രായേലിൽ നിന്ന് കൈകഴുകി. തങ്ങളുടെ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ സഹായിക്കില്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അവർ നെതന്യാഹുവിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ആഗോളതലത്തിൽ ഈ ആക്രമണം ഒരു ധിക്കാരപരമായ നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. US-ഉം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചാൽ അത് ഖത്തർ, സൗദി അറേബ്യ, UAE പോലുള്ള നിർണായക പങ്കാളികളുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ തന്ത്രപരമായ നയത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഈ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം സമാധാനത്തിനുള്ള സാധ്യതകൾക്ക് സംഭവിച്ച തിരിച്ചടിയാണ്. ഖത്തർ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ദോഹയെ ആസ്ഥാനമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ബന്ദിമോചന ശ്രമങ്ങൾ പൂർണ്ണമായി നിലയ്ക്കാൻ ഇത് കാരണമാകും. ഈ സാഹചര്യം ബന്ദികളുടെ ജീവന് ഭീഷണി ഉയർത്തുമെന്ന് മാത്രമല്ല, ഗാസയിലെ മാനുഷിക ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും പ്രതികൂലമായി ബാധിക്കും. ഇസ്രായേലിന്റെ ഈ ആക്രമണം തങ്ങൾക്ക് സ്വീകാര്യമായ ഒന്നല്ലെന്നും തങ്ങളുടെ നിലപാടിന് ബഹുമാനം നൽകുന്നില്ലെങ്കിൽ മധ്യസ്ഥ റോളിൽ തുടരാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നയതന്ത്രപരമായ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുമോ എന്നും അതിലൂടെ ഖത്തർ മധ്യസ്ഥ ചർച്ചകളിലേക്ക് തിരികെ എത്തുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സൈനികപരമായ നേട്ടം കൈവരിക്കാൻ കഴിയാതെ വന്ന ഇസ്രായേലിന്റെ ഈ നീക്കം തങ്ങളുടെ സാമ്പത്തിക നയതന്ത്ര താൽപര്യങ്ങൾക്കെതിരെ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. ഖത്തർ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും എണ്ണം വലിയ ഉൽപാദകരിൽ ഒരാളാണ്. ലോകത്തിന്റെ ഊർജ ആവശ്യകതകളിൽ ഖത്തറിന്റെ പങ്ക് വളരെ വലുതാണ്.
ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം ഈ മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ആഗോള ഊർജ്ജ വിപണിയെയും അതുവഴി ലോക സമ്പദ് വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ഖത്തറിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഈ പ്രതിസന്ധി അവർക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് നിസ്സംശയം പറയാം. ചുരുക്കത്തിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ നടന്ന ആക്രമണം ഇസ്രായേലിന്റെ ഒരു തന്ത്രപരമായ പിഴവായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. ഇത് ഇസ്രായേലിനെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല, അറബ് ലോകത്തെ ഒറ്റക്കെട്ടായി തങ്ങൾക്കെതിരെ തിരിയാനും പ്രേരിപ്പിക്കുകയും ചെയ്തു. സമാധാന ശ്രമങ്ങൾക്കായിട്ടുള്ള സാധ്യതകൾക്ക് ഈ ആക്രമണം മങ്ങലേൽപ്പിച്ചു. കൂടാതെ മേഖലയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണിയുടെ പുതിയ അധ്യായം തുറന്നിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഖത്തറിന്റെയും GCC രാജ്യങ്ങളുടെയും നിലപാടുകൾ ഈ മേഖലയിലെ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കും. നെതന്യാഹുവിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെയും ഇസ്രായേലിന്റെയും ഭാവി രാഷ്ട്രീയ നീക്കങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.